ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഓർക്കിഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഓർക്കിഡ്സിൻ്റെ കെയറിങ്ങോ വളപ്രയോഗങ്ങളോ ഒന്നല്ല, നമ്മൾ കുറച്ച് തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ തൈകൾ ഞാൻ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എന്നുള്ള കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനു മുമ്പേ നമ്മുടെ ഓർക്കിഡ്സിൻ്റെ വെട്ടിക്കളഞ്ഞ കമ്പുകളിൽ നിന്നിട്ട് എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറേ തൈകൾ വലുതായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ നിരവധി തൈകൾ പുതിയതായിട്ട് മുളച്ചും വന്നിട്ടുണ്ട്, കാണാമല്ലോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് കയറി കാണുക. നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന കേടായ ഒരു കമ്പ് മാത്രം മതി നമുക്ക് ഒന്നോ രണ്ടോ തൈകൾ ഒരു കമ്പിൽ നിന്ന് തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട്. എനിക്ക് ഈ കമ്പുകളൊക്കെ തൊട്ടപ്പുറത്തൊരു ഓർക്കിഡ് നഴ്സറി ഉണ്ട്, അവിടുത്തെ ചേട്ടൻ തരുന്നതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഞാൻ വെറുതെ ചകിരി ഒരു ചട്ടിയിൽ വെച്ചിട്ട് അതിലേക്ക് വെറുതെ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചു. പക്ഷേ ഇപ്പോൾ മഴ പെയ്തിട്ട് അത്യാവശ്യം ഒന്ന് നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലുതായി വന്ന തൈകളൊക്കെ നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ അത് നശിച്ചു പോയാലെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേ ഒരു ചട്ടി ഇങ്ങനത്തെ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു 5-6 കഷ്ണം ഓടും കഷ്ണമാണ് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചകിരി മാത്രം മതി. പിന്നെ നമ്മളിത് ചകിരി അങ്ങനത്തോടുള്ളത് പൊളിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. വയ്ക്കാനുള്ള തൈ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇനി നമുക്ക് എങ്ങനെയാണ് ചട്ടിയിൽ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ സൈഡിലായിട്ട് 1, 2, 3 നിങ്ങളുടെ ഉള്ളതിനനുസരിച്ച് ഓടും കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിന് ചുറ്റായിട്ട് സാധാരണ ചകിരി, നമ്മൾ നാളികേരമൊക്കെ പൊളിക്കുമ്പോൾ കിട്ടുന്ന സാധാരണ ചകിരി, ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് മഴ കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് തല്ലി ഒന്ന് ചതച്ചിട്ടുണ്ട്. ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 ചകിരി വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഓർക്കിഡിൻ്റെ തൈയിനൊന്ന് ഇറക്കി വയ്ക്കുക. അതിപ്പോൾ ലൂസായിട്ടല്ലേ കിടക്കണേ, അതിനൊന്ന് ടൈറ്റ് ചെയ്യണം. അതിന് ടൈറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ഒരു 2 ഓടും കഷ്ണം കൂടി വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാം കേട്ടോ. ഇതിൽ കരിയും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. കരിക്കട്ട എൻ്റെ കയ്യിൽ കരിക്കട്ട ഇല്ലാത്ത കാരണമാണ് ഞാനിത് 2 മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ഓർക്കിഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള പോട്ടിങ് രീതിയൊന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ പറയാൻ സാധ്യതയുണ്ട്, കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയല്ല പോട്ടിങ് രീതി എന്നുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് കാട്ടി തരുന്നത്. അപ്പോൾ ചകിരികളൊക്കെ വെച്ചതിന് ശേഷം അത് ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് നമ്മുടെ ചകിരിയുടെ പൂഞ്ഞുണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിവെച്ച് നല്ല ചെടീനെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര മാത്രം മതി, നമ്മുടെ ഓർക്കിഡിൻ്റെ പോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തത് കൊണ്ടും നമ്മുടെ ഓർക്കിഡ്സ് തൈക്ക് യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല. നമ്മുടെ നനയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. ചകിരി കൂടുതലുള്ളത് കാരണം തന്നെ നനവ് നിൽക്കാൻ സാധ്യതയുണ്ട്. അത് നോക്കിയിട്ട് മാത്രം നമ്മൾ നനച്ചു കൊടുക്കുക. ഇത് അത്യാവശ്യം വലിപ്പമായിട്ടുള്ള ഒരു തൈയാണ് കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു തൈ നമുക്ക് ചെറിയ ചട്ടിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പറഞ്ഞ രീതി പോലെ തന്നെയാണ് ഇതും നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞേ തൈ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കാണിച്ചത് എടുത്തപ്പോൾ അതൊന്ന് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ തൈ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞ് ചട്ടിയിലാണ് കേട്ടോ ഇത് വെക്കണത്. ഇത് വലുതായതിന് ശേഷം നമുക്ക് വലിയ പൊട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ 2 ഓടിൻ്റെ കഷ്ണങ്ങളും അതേപോലെ നമ്മൾ മുളപ്പിക്കാൻ വെച്ച പോട്ടുണ്ടല്ലോ അതിൽ നനഞ്ഞ കുറച്ച് ചകിരികളുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ പിച്ചെടുത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്ത് ടൈറ്റാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഓർക്കിഡിൻ്റെ സിമ്പിളായിട്ടുള്ള പോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ജനലമ്മയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള 2 ഞാൻ ഇതിന് മുമ്പേ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിന് യാതൊരു കേടുപാടും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മൾ കാവുങ്ങുമ്പോൾ ഒരു ചകിരിയുടെ ഉള്ളിൽ വെച്ച് മുളപ്പിച്ചെടുത്തതാണ്. ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത പ്രാവശ്യം അതും കൂടി ഒന്ന് മാറ്റി നടാറായിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം മാറ്റി നട്ടിട്ടുള്ള തൈകളാണ് കേട്ടോ. ഇതിപ്പോൾ ഹെൽത്തി ആയിട്ട് നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. 3 മാറ്റി നട്ടിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം വളരെ കുഞ്ഞായിരുന്നു, പക്ഷെ അത് കേടായിപ്പോയി. ബാക്കി 2 യാതൊരു കേടുപാടും
സംഭവിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓർക്കിഡിൻ്റെ തൈകൾ വീട്ടിലൊന്ന് മുളപ്പിച്ച് ഇതേപോലെ ഒന്ന് പോട്ട് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം ഇത് ബാക്കിലൊരു മരത്തുമ്മേ തൂക്കിയിടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം ചകിരിയിലൊക്കെ വെള്ളം പിടിച്ചിട്ട് ഈർപ്പം കൂടിയ ചെടികളൊക്കെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനെടുത്തിട്ട് ഞാൻ ജനലുമ്മയ്ക്ക് മാറ്റി വെച്ചതാണ്. ഞാൻ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഓർക്കിഡ്സിന് ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ തേങ്ങാവെള്ളം ഉണ്ടല്ലോ, അതൊന്ന് പുളിപ്പിച്ചിട്ട് ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും. അതുപോലെ തന്നെ നന്നായിട്ട് പൂവുകയും ചെയ്യും. പിന്നെ മഴയൊക്കെ തുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിന് നമുക്കൊരു ഫംഗിസൈഡ് എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണത് നല്ലതാണ് കേട്ടോ. ആഴ്ചയിലോ മാസത്തിലോ 2 പ്രാവശ്യമൊക്കെ. ഈ വീഡിയോ ഓർക്കിഡ്സ് വളർത്തുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.